അച്ഛന്മാരെ രാവിലത്തെ ചായ പിടിച്ചിട്ട് അപ്പയുടെ കൂടെ മാവിസ്റ്റോറിൽ പോയി അരി മേടിക്കാൻ പോകണം. അപ്പയുടെ ബൈക്ക് എടുത്ത് മാവിസ്റ്റോറിൽ പോകണം. അവിടെ എത്തി ഞാൻ അവിടെ പോയി അരി മേടിക്കാം. ട്രാക്കിൽ സഞ്ചി വെച്ചിട്ട് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോവാണ്. സാധനങ്ങൾ മേടിക്കാണ്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പക്ഷെ അവിടെ എക്സോ സ്റ്റീലിൽ സ്ക്രബ്ബർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മേടിച്ചു കഴിഞ്ഞ് ബില്ല് അടിച്ചിട്ട് അരി മേടിക്കാം. അരി വീട്ടിൽ കൊണ്ടുവച്ചു. ആ പണി കഴിഞ്ഞു. പശുവിൻ്റെ മേത്ത് ഈച്ച അടിക്കണം. അതിനും ഈച്ചയ്ക്കുള്ള മരുന്നടിക്കാൻ പോകണം. അപ്പോൾ അത് കാണിച്ചു തരാം. മണിക്കുട്ടിയും മണിക്കുട്ടനും ഇവിടെ ഉണ്ട്. ഈച്ചയ്ക്ക് അടിക്കണം മരുന്ന് എടുത്തുകൊണ്ട് കഴിഞ്ഞ് പശുവിൻ്റെ മേത്ത് അടിക്കാം. ഇത് കണ്ടോ, മണിക്കുട്ടിയുടെ മേത്ത് നിറച്ച് ഈച്ചയാണ്. ഈച്ച അടിച്ച് തടിച്ച് പൊങ്ങി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ കടിച്ചിട്ട് പൊട്ടാറായിട്ട് ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈച്ച പൊക്കോളും. അപ്പോൾ ആ തൊന്തരവ് പിന്നെ പശുവിന് ഉണ്ടാവില്ല. ഈ മരുന്ന് ആ പശുവിൻ്റെ അകിടയിൽ അടിക്കല്ലേ, അകിട് ചുങ്ങിപ്പോവും. അകിടുവെക്കൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഈ മരുന്ന് ആരും അകിടയിൽ അടിക്കരുത്. ബാക്കി എവിടെയെങ്കിലും അടിക്കാം. കുറച്ച് അടിച്ചത്. ഇനി നമുക്ക് മണിക്കൂട്ടൻ്റെ മേത്ത് അടിക്കാം. മണിക്കൂട്ടൻ്റെ മേത്ത് അടിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറ്, ചമ്മന്തി, മോരേറ്, വെണ്ടയ്ക്ക വെച്ചത് നല്ലതായിരുന്നു കഴിച്ചിട്ട്. വൈകുന്നേരം ചായ കുടിച്ചിട്ട് രാത്രി മിനിമൽസ് കളിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.